ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് സുധാമണി അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. ഒരുപാട് പേർ അനുകൂലമായും അതിൽ കുറച്ച് ചില ആൾക്കാർ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെ ഏറ്റുവാങ്ങുന്ന അവരുടെ ഫാൻസ് അതിൻ്റെ താഴെ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ അയക്കുകയുണ്ടായി. അവരുടെ കമൻറ്റുകൾ ചിലത് എന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതിൽ വളരെ വിഷമം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു, നിങ്ങൾ ആ അമ്മ എന്ന് പറയുന്ന ആൾ ഒരു ഹൈന്ദവ സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന തരത്തിൽ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ത്യയിലുള്ള ഏത് മതമായാലും ഞാൻ അതിനെ എല്ലാം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും ഞാൻ ഒരു മതത്തെയും താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ചെയ്തത്. പിന്നെ അവരെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായം നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഞാനല്ല, അവരുടെ ശിഷ്യനായിട്ട് ഏകദേശം 25 വർഷത്തോളം കാലം ആ മഠത്തിൽ ജോലി ചെയ്ത KP നാരായണൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ കൂടി അവർ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയുക മാത്രമാണ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ, തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം ഇവിടെയൊന്നും പറയാൻ പാടില്ല എന്ന് നിങ്ങൾ ശഠിക്കരുത്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഏതൊരു അന്ധവിശ്വാസത്തെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു അർഹത അല്ലെങ്കിൽ അധികാരം തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ച് തരുന്നുണ്ട്. ആ ഒരു അധികാരം കടമെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ അതൊരിക്കലും ഞാൻ പറഞ്ഞതുപോലെ അമ്മയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയല്ല. അവിടെ നടക്കുന്ന അനാചാരങ്ങളും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അഴിമതികൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും പൊതുജനം അറിയുകയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു നീതി, ഇനി അങ്ങനെയല്ല പൈസക്കാരനാണെങ്കിൽ മറ്റൊരു നീതി, അതൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് മണി പവർ, രണ്ടാമത്തത് മസിൽ പവർ, മൂന്നാമത്തത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പവർ. അത് 3ഉം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് നിരോധന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചത് ഞാൻ കണ്ടു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അത്. കാരണം നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾക്ക് മുകളിലായി, എന്നിട്ട് പോലും ആ സമയത്തുള്ള പൈസ ഇപ്പോഴും പിരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സംഖ്യയുടെ വലിപ്പവും അവിടെ നടക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നതിനും അപ്പുറമാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ആ കാര്യങ്ങളൊന്നു കൂടി കേൾക്കാം. കൊറോണ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ചുവന്ന പഴങ്ങൾ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അന്ന് കടയിലൊന്നും ഈ പഴങ്ങൾ വേണ്ട. അതുകൊണ്ട് ആശ്രമത്തിലുള്ള അന്തേവാസികൾക്ക് അത് പഴുപ്പിച്ച് ഡെയിലി 2-3 പഴം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത പഴത്തിന് 125 രൂപ വെച്ച് എല്ലാ അന്തേവാസികളുടെ കയ്യിൽ നിന്നും ഈടാക്കി. ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ 1000 രൂപ അന്തേവാസികൾക്ക് കൊടുക്കും. അതിൽ നിന്ന് ആ 125 രൂപ പിടിച്ചിട്ടാണ് ആ മാസത്തെ പൈസ തന്നത്. അതുപോലെ തന്നെ കുറെ പേർക്ക് വയറിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ സലാഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആശ്രമം പറഞ്ഞത്, ഇവിടുന്ന് അങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉണ്ടാക്കിക്കൊള്ളൂ, അതിൻ്റെ സാധനങ്ങളെല്ലാം പ്രത്യേകം മേടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ അടുത്തൊരു റൂമുണ്ട്, അതിലാണ് ഈ പച്ചക്കറിയൊക്കെ വാങ്ങി വയ്ക്കാറ്. എന്നിട്ട് അന്തേവാസികൾ തന്നെ അത് അരിഞ്ഞ് സലാഡാക്കി തൈര് മേടിച്ച് സലാഡാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഈ 1000 രൂപ കൊടുക്കുന്നതിൽ നിന്നും എല്ലാവരിടത്തുനിന്നും 200 രൂപ വെച്ച് 6 മാസത്തോളം മേടിച്ചിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു, ഞാനിത് കഴിക്കാറില്ല, വെറുതെ 200 രൂപ കൊടുക്കുന്നു. അങ്ങനെ പലരും പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം അത് നിർത്തി. ഇത് ആശ്രമത്തിലെ അന്തേവാസികളോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. മനസാക്ഷി മരവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെ ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ എല്ലാവരും തമ്മിലും ചർച്ചയായ ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഈ കോടാനുകോടിയുള്ള ആശ്രമം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത്. ഇത് നടന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ലോജിക് ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോഴും ആ പൈസയുടെ ബാക്കി പിരിച്ചെടുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സംഖ്യയുടെ ഒരു വലിപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും എത്രയോ അപ്പുറമാണ്. കാരണം പൈസ നിരോധിക്കുന്ന സമയത്ത് മോദിജി തന്നെ നമ്മോട് പറഞ്ഞിരുന്നത് കള്ളപ്പണക്കാരെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലായിരുന്നു അന്നത്തെ സംസാരങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ കള്ളപ്പണക്കാർ എത്തരത്തിൽ
പൈസ വെളുപ്പിച്ചെടുത്തു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇത് KP നാരായണൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും അസത്യമാവില്ല. അദ്ദേഹം പറയുന്നത് സത്യമാണോ കള്ളത്തരമാണോ എന്ന്. ഇനി കള്ളത്തരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയും കേസ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു പ്രതി ചേർത്ത് ഒരു കേസെടുത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് സത്യമാണോ കള്ളത്തരമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു? ആ ഒരു ചോദ്യം മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ തീർച്ചയായിട്ടും ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു സംശയ ദൂരീകരണം പോലും എന്തുകൊണ്ട് നടത്തുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് കൂടുതൽ സംശയം ഈ കാര്യത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അവിടെ ഈ പാവപ്പെട്ട ആശ്രമത്തിലെ ജീവനക്കാർക്ക് സലാഡ് കൊടുത്തതിൻ്റെ പേരിൽ ജീവനക്കാരിൽ നിന്ന് 200 രൂപ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സങ്കടവും അതുപോലെ തന്നെ സഹതാപവും തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം അവിടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മോട് പറയുന്നത്. 100% അദ്ദേഹം ക്ലിയറാണ്, കറക്റ്റാണ്. അദ്ദേഹം പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കേട്ടാൽ നമുക്ക് വിശ്വസിച്ചു പോകും. നമുക്കതൊന്ന് കേൾക്കാം. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല. പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. അപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പറയുന്നത് ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടി എല്ലാം നിലകൊള്ളുന്ന നമ്മുടെ അമ്മ ഒരിക്കലും ഞാനും വിശ്വസിക്കുന്നില്ല ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യം അവിടുത്തെ അന്തേവാസികളോട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സലാഡിന് വേണ്ടി 200 രൂപ മാസത്തിൽ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതിലും എത്രയോ അപ്പുറമാണ്. പിന്നെ അങ്ങനെ ഒരു കാര്യം നേരിട്ട് സഹിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മാനസികമായിട്ട് എത്രമാത്രം പ്രയാസമുണ്ടാക്കിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മനുഷ്യത്വമുള്ള എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അവസാനമായിട്ട് ഈ വീഡിയോൻ്റെ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഈ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് ഒന്നും എതിരായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആൾദൈവങ്ങൾക്ക് എന്നും ഞാൻ എതിരാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യം സമൂഹത്തിൽ എവിടെ നടന്നാലും നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം മനുഷ്യന് അമാനുഷികമായിട്ട് ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇനി അത്തരത്തിൽ എന്തെങ്കിലും കഴിവ് അവർക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ അത് പ്രകടിപ്പിക്കട്ടെ, അത് പൊതുജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ പൊതുജനങ്ങളെ അല്ലെങ്കിൽ പാവപ്പെട്ട ശിഷ്യന്മാരെ ബ്രഹ്മചാരികളെ അത് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അത് വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഭാഷ്യം. പിന്നെ എന്തുകൊണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോയിലെ തായായാലും ഇത്തരം വീഡിയോ ചെയ്യുന്ന ബ്ലോഗർമാരുടെ തായായാലും വരുന്ന കമൻറ്റുകൾ തന്നെ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വീഡിയോൻ്റെ തായും വന്ന് ഒരുപാട് കമൻറ്റുകൾ അത്തരത്തിൽ കാണാറുണ്ട്. പക്ഷേ ഞാനതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുക. നമ്മളൊരു വ്യക്തിഹത്യ ചെയ്യുക എന്ന രീതിയിൽ ഒരാൾക്കെതിരെയും ഇന്ന് വരെ നമ്മളൊരു വീഡിയോയും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. പക്ഷേ അനാചാരങ്ങൾ അത് ഇസ്ലാം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും നമ്മൾ അതിനെയൊക്കെ തുറന്ന് കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും കരുതിക്കൂട്ടി ഞാൻ പറഞ്ഞതുപോലെ ഒരാളെ മോശമാക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്യുകയില്ല. പിന്നെ ഒരുപാട് നല്ല ഹൈന്ദവ വിശ്വാസികൾ, ഞാൻ ഒരിക്കലും
ഒരു ഹിന്ദു മതത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ട് എടുത്ത് റിയാക്ട് ചെയ്യുകയല്ല, ഇതിനെതിരാണ് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷവും ഇതിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നതും നിലകൊള്ളുന്നതും. പിന്നെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ചില ആൾക്കാർ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അന്ധമായിട്ട് വിശ്വസിക്കുന്നു. അത്തരത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിൽപ്പെട്ട മോശപ്പെട്ട കമൻറ്റുകളുമായിട്ട് വരുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ മറ്റ് നല്ലൊരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.